പ്രവാസത്തിന്റെ മണ്ണിൽ വിശ്വാസദീപങ്ങൾ തെളിയിച്ച 25 വർഷങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നടത്തിയ സീറോ മലബാർ കൺവെൻഷന് ചിക്കാഗോയുടെ മണ്ണിൽ ധന്യസമാപ്തി. രൂപതാധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെയാണ് 4 ദിവസം നീണ്ടുനിന്ന സീറോ മലബാർ കൺവെൻഷന് സമാപനമായത്. അവര് വിശ്വാസത്തിൽ നടക്കണമെന്നുള്ളതാണ് ഈശോ അവരിൽ നിന്ന് ആഗ്രഹിച്ചത്, നോട്ട് ബൈ സൈറ്റ്. അത് തന്നെയായിരിക്കട്ടെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ഒരു വലിയ മുഖമുദ്ര. ഭാരതത്തിന് വെളിയിലെ പ്രഥമ സീറോ മലബാർ രൂപതയായ ചിക്കാഗോ സെയിന്റ് തോമസ് രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് ചിക്കാഗോ മർക്കോമിക് പ്ലേസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ജൂബിലി കൺവെൻഷനിൽ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു. രൂപതാധ്യക്ഷൻ പ്രഥമ അധ്യക്ഷനായ മാർ ജേക്കബ് അങ്ങാടിയത്തിന്റെ മെത്രാഭിഷേക ജൂബിലിയും ഇതോടൊപ്പം ആഘോഷിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മതാന്തര സംവാദത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി പ്രിഫെക്ട് കർദിനാൾ മാർ ജോർജ് കുവക്കാട്, ചിക്കാഗോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബ്ലേസ് സുബിച്ച്, തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, കാനഡയിലെ മിസിസാഗ സീറോ മലബാർ ബിഷപ്പ് മാർ ജോസ് കല്ലുവേലിൽ, കൊളംബസ് ബിഷപ്പ് ഏൽ ഫെർണാണ്ടസ് എന്നിവർക്കൊപ്പം ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ, ഡോക്ടർ ജോസഫ് താടത്തിൽ, ഫാദർ ജോസഫ് പുത്തൻപുര, ഡോക്ടർ എഡ്വേർഡ്, സിസ്റ്റർ ജോസ്ലിൻ ഇടത്തിൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങൾ നടത്തി. വിശ്വാസ നവീകരണത്തിനും കുടുംബങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ഊന്നൽ നൽകിയുള്ള പ്രോഗ്രാമുകളായിരുന്നു പ്രധാന ആകർഷണം. സഭ ആധുനിക കാലത്ത് നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്ത സെമിനാറുകൾ ശ്രദ്ധേയമായി. യുവജനങ്ങളെയും കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള വിവിധ പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു. 2001 മാർച്ച് 13 വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ നട്ട വിത്ത് വൻമരമായി വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ചിക്കാഗോയിൽ കണ്ടത്. ഭാരതത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് വിശ്വാസവൃക്ഷമായി വളർന്നു പന്തലിച്ച ചിക്കാഗോ സെയിന്റ് തോമസ് രൂപതയുടെ രജത ജൂബിലി കൺവെൻഷൻ ചരിത്രത്താളുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്ന് തീർച്ച. ഷാലോം ന്യൂസ്, ചിക്കാഗോ.